ശ്ലോക 12. ഋഷയ ഊചുഹു സൂതസൂത മഹാഭാഗ വദനോ വദതാംബര കീദൃശം തത്പുരാണം ഹി വിധിസ്തച്ചർ ശ്രവണേ ച കഃ. സൂത, സൂതൻ എന്ന് പറയുന്ന മഹാമുനി, സൂത മഹാഭാഗനായ, മഹത്തായ, വദ ആ വാക്കുകൾ, നോ ഇല്ലാത്തത്, വദതാം ആ കഥകളിൻ്റെ ആ ഒരു സാരത്തെ, വര വളരെ ആ, അനുഗ്രഹം കൊണ്ട്, കീദൃശം ഒന്ന് കാണുന്നത് പോലെ, തത് പുരാണം ആ പുരാണത്തെ മുഴുവനായിട്ട്, ഹി ചേർന്ന്, വിധി എങ്ങനെയാണോ അത് കേൾക്കുവാനുള്ള ഒരു സമയം, ശ്രവണേ കേൾക്കുവാനുള്ള, ച കൂടി, കഹ ഉണ്ടാകണം. സൂത മഹാഭാഗ വദനോ വദതാംബര കീദൃശം തത്പുരാണം ഹി വിധിത്ത ശ്രവണേ ച കഹ. അതായത്, മഹാഭാഗനായ സൂത, അങ്ങ് കഥാവക്താക്കളിൽ ഉത്തമനാണ്. ഓരോ കഥകളും ഓരോ ശ്രവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വിശദീകരിക്കുവാൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. ആ പുരാണം എപ്രകാരമുള്ളതാണ്? ആ ഒരു കടുത്ത വാക്കുകളെ പോലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് പറയുവാൻ ശേഷിയുള്ള ഒരാളാണ് സൂത മഹാമുനി. അത് കേൾക്കുവാനുള്ള വിധി എന്താണ്? എന്നാൽ അത് കേൾക്കുവാൻ വേണ്ടി ഒരു ശ്രോതാവ് ഏതെല്ലാം രീതിയിൽ തയ്യാറെടുക്കണം, അതിന് പ്രത്യേകമായിട്ടുള്ള രീതികളൊക്കെ എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഋഷയ ഊചുഹു, ഋഷികൾ സൂത മഹാമുനിയോട് ചോദിക്കുന്നു. സൂത മഹാഭാഗവദനോ വദതാംബര കീദൃശം തത്പുരാണം ഹി വിധിസ്തശ്രവണേ ച കഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.